அழகை ஆண்டுவிடு, முத்தத்தால் கொன்றுவிடு, மூச்சு மட்டும் வாழவிடு. இன்னிசையளவிடலே அமுதே இளமையின் நன்கொடையே. இன்னிசையளவிடலே அமுதே இளமையின் நன்கொடையே. மலையப்பா கோவிந்தா கோவிந்தா. கதினாளுக்கு இறங்கி கல்லிலே இறங்கி சிலையாக கோவிலில் நிற்கின்றாய் கேசவா. கலினாளுக்கு இறங்கி கல்லிலே இறங்கி சிலையாக கோவிலில் நிற்கின்றாய் கேசவா. குறையொன்றுமில்லை மறைமூர்த்தி கண்ணா, யாரும் மறக்காத மலையப்பா, யாரும் மறக்காத மலையப்பா. ஏதும் கருணை கடல் அன்னை என்றும் இணைந்திட, ஏது குறை எனக்கு என்றும் இறங்கிட, ஏது குறை எனக்கு. प्रणवामृतवारी परिपालय परमेशी, कमलालय श्रीदेवी अभयाम्बिका करुणाम्बुराशी. धीं तारा धीं धीं तारा चडुलमाय गानमाय நடனமாய் நிரயணே நாமசரங்களில் ஓதுமோ பிராணங்களின் திவ்ய பாதாம்சு. சரணம் நீ ஜனனி நாத விமோகினி भुवन पालिनी ये अनाथ रक्षकनी जनिकारकी त्रिपुर मनोहरिये. आत्माविदा निरन्तरं विळुहविस्सु पोलग्नियिल ஏதோ பாதங்களில் നിർമാല്യമായി വീണുമായും ഇതോ മുഖമായി. ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത് രസമാണ്. കുട്ടി ചെറുപ്പത്തിൽ ഭയങ്കര കുസൃതിയൊക്കെ ആയിരുന്നു. സ്കൂളിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിൽ അതിന് പഠിക്കുന്ന കാലത്ത് LKG തന്നെ കാണാതെ പഠിക്കാൻ റെസിറ്റേഷനൊക്കെ എഴുതി കൊടുത്ത ഒരു മണിക്കൂറിലൊക്കെ അത് പഠിക്കും. കോമ്പറ്റീഷനൊക്കെ എല്ലാത്തിനും കൂടിയിരുന്നു. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരൊരു പ്രാവശ്യം പറയുമ്പോഴേക്കും അവൾക്കെല്ലാം മനസ്സിലാവും. പിന്നെ 10ാം ക്ലാസ് വരെ മോൾക്ക് ട്യൂഷനൊന്നുമില്ല, തനിയെ പഠിച്ചിട്ടുണ്ട്. ഭയങ്കര സ്കൂളിൽ തന്നെ ഭയങ്കര ബോൾഡുള്ള കുട്ടിയാണ്. എല്ലാത്തിനും കൂടും, ക്വിസിനൊക്കെ പോകും. പിന്നെ ജില്ലാതലത്തിനും ഇതിനൊക്കെ മോൾക്ക് ക്ലാസിക്കൽ സംഗീതത്തിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അവൾ അച്ഛനും ഫ്രണ്ട്സിനെ പോലെയാണ്. അച്ഛന് ജീവനാണ് അവൾക്ക്.
അച്ഛനും അതുപോലെ തിരിച്ച് മോളെ ജീവനാണ്. പിന്നെ അച്ഛനുള്ള ധൈര്യങ്ങളൊക്കെ അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് എല്ലാം അറിയാം. പെട്ടെന്നൊക്കെ ഓരോ എന്ത് കാര്യമായാലും അവൾ പെട്ടെന്ന് പഠിക്കും. ഒരു ഫോണായാലും അതിനെപ്പറ്റിയെല്ലാം ഒന്ന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഇങ്ങനെ എടുത്ത് നോക്കി എന്തൊക്കെയുണ്ട് അതിൽ എന്തൊക്കെ പ്രശ്നം ഇതുണ്ട് അതൊക്കെ അവൾ തനിയെ കണ്ടുപിടിച്ച് തനിയെ ചെയ്തോളും. അതിൽ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിലും അങ്ങനെ തനിയെ എല്ലാം ചെയ്തോളും. പഠിച്ചത് MBBS ആണെങ്കിലും മാത്സ് ക്വിസിലൊക്കെ അവൾക്ക് നമ്മുടെ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല കുട്ടിയാണ്, നല്ല ബോൾഡാണ്, നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവും. പിന്നെ കുറച്ച് ഒരു മുൻചുണ്ടിയാണ്, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. അത് പെട്ടെന്ന് അപ്പം തന്നെ മാറും കേട്ടോ. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് മാറും. പിന്നെ കോളേജിലൊക്കെ ആണെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ ആകുമ്പോഴും പെട്ടെന്ന് സ്റ്റേജിലൊക്കെ ആകുമ്പോഴും എല്ലാ സാറന്മാരോടൊക്കെ സംശയമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ കുട്ടി എണീറ്റ് നിന്ന് ധൈര്യമായിട്ട് ചോദിച്ചോളൂ. അങ്ങനെ സ്റ്റേജ് ഫിയറേ ഇല്ലാത്തൊരു കുട്ടിയാണ്. ചെറുപ്പം മുതൽ LKG തൊട്ടിട്ട് തന്നെ സ്റ്റേജ് ഫിയർ ഇല്ല ആ കുട്ടിക്ക്, എല്ലാം ചെയ്യും. അപ്പോൾ അച്ഛൻ മരിച്ചുപോയാലും ഞാനും അവനക്ക് വയ്യാത്ത അനിയനുണ്ട്, ബ്രദറുണ്ട്. അപ്പോൾ കല്യാണം തന്നെ അവൾ ഞങ്ങൾ കുറേ ഇങ്ങനെ പറഞ്ഞാൽ അമ്മയും വിട്ടിട്ടും പിന്നെ എന്നെ വിട്ടിട്ട് അവൾക്ക് പോകാൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല മോൾക്ക്. അപ്പോൾ അടുത്തന്നെ കല്യാണം വേണം പറഞ്ഞ് ഇങ്ങനെ കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് അടുത്തന്നെ ഒരു നല്ലൊരു പയ്യനെ കിട്ടി. അപ്പോൾ എനിക്ക് ദൈവത്തോട് നല്ല ഇതുണ്ട്. അവൾക്ക് ദൈവത്തിനോട് നല്ല വിശ്വാസമൊക്കെ ഉണ്ട്, ദൈവവിശ്വാസമൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. ഡെയിലി കാറിൽ ഇതിൽ പോകുമ്പോഴേക്കും കാറിലിരുന്ന് പ്രാർത്ഥിക്കും. ഡ്രൈവിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മോളെ. അവരും എല്ലാവർക്കും ഒരു കുടുംബം പോലെയാണ് ഹോസ്പിറ്റലിലെ മൗലാനയിൽ. അത് ഹോസ്പിറ്റലാണെന്നൊരു ഫീലിംഗേ ഉണ്ടാവില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മോളെ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദോശ, പിന്നെ ഇതൊക്കെ പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം പാട്ട് പാടും. ക്ലാസിക്കൽ സിംഗറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. പിന്നെന്താ, അതൊക്കെയുള്ളൂ. അമ്മനെ ഭയങ്കര ഇഷ്ടമല്ലേ? എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ദൂരത്തൊന്നും കല്യാണം കഴിഞ്ഞ് പോകാത്തത്. അമ്മേനെ വിട്ട് പിരിയാൻ ഇഷ്ടമില്ല എന്നിട്ട്. അപ്പോൾ മോനെ പറ്റി 2 വാക്ക്. മോനും അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ നല്ലോണം 10ാം ക്ലാസ് വരെയൊക്കെ. അങ്ങനെയല്ല, കല്യാണം കഴിക്കാൻ പയ്യൻ നല്ല കുട്ടിയാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അവരുടെ അമ്മയും അച്ഛനൊക്കെ നല്ല ആൾക്കാരാണ്. ഞങ്ങൾ പരിചയപ്പെട്ടതിലും നല്ല ആൾക്കാരാണ് എല്ലാവരും. ആ കുട്ടി നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. ഇപ്പം തന്നെ ഞങ്ങളെ ഭയങ്കര കെയറൊക്കെയാണ്. പ്രസാദ് എനിക്കിഷ്ടമായി. നല്ല എളിമയുള്ള കുട്ടിയാണ്. എല്ലാവരുടെയും നല്ല മര്യാദയും വലിയവർക്ക് റെസ്പെക്റ്റൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണ് പ്രസാദ്. 2 പേരും ഇനി നല്ലോണം യാതൊരു അസുഖമൊന്നും ഇല്ലാതെ നല്ലൊരു സുഖജീവിതം ജീവിക്കണം. അത് മാത്രമല്ല എനിക്കാഗ്രഹം. നല്ല സ്നേഹത്തോടു കൂടി കഴിയണം. കുറച്ചൊക്കെ തല്ലും അതൊക്കെ ഉണ്ടാവും കുടുംബമായാൽ. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് അവർ നല്ലൊരു ജീവിതം നയിക്കണമെന്ന് ഞാൻ ആശംസിക്കുന്നു.